So a great 5th Jai Hind Film Awards 2012 with Bobby Chemanur. വീണ്ടും ചിരി. Really? ചിരിയുടെ അലകടലായി ഒരു ടീം നമ്മുടെ വേദിയിൽ വീണ്ടും എത്തുകയാണ്. കലാഭവൻ, പ്രചോദ് ആൻഡ് ടീം once again. നിത്യജീവിതത്തിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് പരസ്യങ്ങൾ. സ്വന്തം പ്രൊഡക്റ്റിന്റെ പരസ്യങ്ങൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കുവാൻ സ്പോൺസർമാർ നെട്ടോട്ട് ഓടുന്ന ഈ കാലത്ത് ഇവിടെ ഒരു ഉത്സവ പറമ്പിലെ നാടകം സ്പോൺസർ ചെയ്യുന്ന തികച്ചും വ്യത്യസ്തനായ ഒരു സ്പോൺസറെയും അദ്ദേഹത്തിന്റെ പരസ്യവാചകങ്ങളെയും നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒരു സ്പോൺസേഡ് ഡ്രാമ. നെയ്വേലിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 9ാം ഉത്സവത്തോടനുബന്ധിച്ച് വർണ്ണശബളമായ ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിനും കാതിനും കുളിർമയേകുന്ന എത്ര മനോഹരമായ വെടിക്കെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. ചെണ്ടയിൽ തന്റെ ഇരുകൈകൾ കൊണ്ടും മാന്ത്രിക ശബ്ദമൊരുക്കുന്ന ശൃംഗാരികളുടെ ശൃംഗാരിമേളം നോക്കൂ. ആഹാ, എത്ര മനോഹരം, ശ്രവ്യസുന്ദരം. ഒന്നാം ഉത്സവത്തിന് നീ മൈക്ക് കയ്യിലെടുത്ത ഇതുവരെ അതൊന്ന് പിടിവിടാറായില്ലടാ. എന്നാ പിന്നെ മൈക്കൊക്കെ നിന്നൂടെ? ഭക്തജനങ്ങൾ 41 ദിവസമായി ഭക്തലക്ഷങ്ങൾ അനുഗ്രഹാശസ്സുകൾ തേടി ഈ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്നു. കഠിനവ്രതശുദ്ധിയോടെ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഭക്തിയുടെ നെറുകയിലെത്തിയിരിക്കുന്ന ഈ വേളയിൽ കഴിക്കാൻ എന്താ വേണ്ടേ? പൊറോട്ടയും ബീഫും. ചേട്ടന്റെ വാച്ച് കാണല്ലേട്ടാ, ഒന്ന് അനൗൺസ് ചെയ്യടാ. സമയം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പിടിച്ചു നിർത്താനാവില്ല. അത് നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കുകയുമില്ല. നമ്മൾ സമയത്തിന് പിന്നാലെ പോവുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള സമയം അറിയുന്ന ഒരു വാച്ച് കാണാതെ പോയിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ അനൗൺസ്മെന്റ് കൗണ്ടറിൽ എത്തിക്കുക. ഒരേ ഇത് എവിടെ പോയേക്കോ? എന്തായി കിടന്ന് തപ്പണത്? ഒരു സാധനം കാണാൻ ചേട്ടാ, അത് തപ്പോ. എടാ, എന്തെങ്കിലും കാണാണ്ട് പോകുമ്പോ എന്റെ അടുത്ത് വരണം. അപ്പൊ ഞാനത് അനൗൺസ് ചെയ്യും. അങ്ങനെ ആ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി. ആട്ടെ, നിന്റെ എന്തെന്നാ കാണാതെ പോയത്? എന്റെ ചേട്ടാ, ഞാനിവിടെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആനയുടെ പാപ്പാനാ. ആനേനെ കാണാനില്ലെന്ന്. നെയ്വേലിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 9ാം ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീ തോമാച്ചൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന നാടകം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നു. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്തത്. മര്യാദക്ക് വർത്താനം പറഞ്ഞിക്കാണ്ട് നാടകം തുടങ്ങണ. പറഞ്ഞതുപോലെ ഈ സാധനം ഞാൻ ഇത് അവിടെ കൊണ്ടുപോയി വെക്കും. ആരാട്ടത്? കൊറേ നേരമല്ലേ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? എനിക്കറിയില്ല, ആരാ ഇത്? ചേട്ടൻ ആരാ? എന്തായി കൊണ്ടുവച്ചേക്കണ ഇവിടെ? ഫ്ലെക്സോ? വാഴക്കൊലയുടെ ഫ്ലെക്സ്. അതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ചോദിച്ചത്? ആഹാ, ഞാൻ കാശ് മുടക്കി ഞാൻ ബുക്ക് ചെയ്ത നാടകക്കാർ എന്നോട് ചോദിക്കണ് എന്റെ ഫ്ലെക്സ് എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേന്ന്. ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. എടുത്തോളൂ. മകനെ നാടകക്കാരാ, തോമാച്ചൻ, അതായത് ഈ ഞാൻ ഒരു വാഴക്കൊല കച്ചവടക്കാരനാണ്. എന്റെ വാഴക്കൊലയുടെ പരസ്യം ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ തേങ്ങാക്കൊല നാടകം ഞാനിവിടെ ബുക്ക് ചെയ്തത്. അതിന് നിങ്ങളുടെ ഈ നാടകത്തിന്റെ ഇടക്കിടക്ക് എന്റെ വാഴക്കൊലയുടെ പരസ്യം പറയണം. എന്ത് പരസ്യം? ഒരു കുഞ്ഞു പരസ്യം. അതായത് രാസവളങ്ങൾ ചേർക്കാതെ ജൈവ കൃഷിയിലൂടെ സ്വന്തം വാഴത്തോട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഔഷധ ഗുണമുള്ള ഗുണമേന്മയേറിയ 100% സംശുദ്ധമായ ISI മാർക്കുള്ള മുന്തിയ തരം വാഴക്കൊലകൾക്ക് സമീപിക്കുക. പ്രൊപ്പറേറ്റർ തോമാച്ചൻ ആൻഡ് സൺസ്, വാഴത്തോപ്പിൽ ഹൗസ്, വാഴക്കുളം PO, വാഴക്കാല. ഫോൺ 98 കോടി. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഹലോ, നാടകം ആകെ 2 മണിക്കൂറാ. അതിനിടയ്ക്ക് 4 മണിക്കൂർ പരസ്യം എന്ന് പറഞ്ഞാലേ എന്താ ഇത്? ഇന്നലെ നാടകം കഴിഞ്ഞപ്പോ കോഴി കൂവി. കൂകൂടാ, നിന്റെയൊക്കെ നാടകം കഴിഞ്ഞ കോഴിയല്ല കുറുക്കം വരെ കൂകും. ദേ ഇങ്ങോട്ട് നോക്കിയേ, നിനക്കൊക്കെ നാടകം കഴിയുമ്പോ ചൊളയണ്ണി തന്നെ സ്പോൺസറില്ലേ, അത് ഞാനാണ്. എന്റെ പൊന്നു ചേട്ടാ, ഇത്രയും നീളമുള്ള പരസ്യമൊക്കെ നാടകത്തിനിടയ്ക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ടിന്യൂറ്റി പോകും. കണ്ടിന്യൂറ്റി പോണെങ്കിൽ പോട്ടേന്ന്, ബാക്കിയുള്ളവരെ വെച്ച് നിങ്ങൾ നാടകം തുടങ്ങി. അതല്ല ചേട്ടാ, ചേട്ടന്റെ പരസ്യം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഡയലോഗ് തെറ്റുമെന്ന്. നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഇത്രയും നീളമുള്ള പരസ്യമോ? അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ അത് ചുരുക്കും. എന്റെ പൊന്നു ചേട്ടാ, ആൾക്കാർ ബഹളം തുടങ്ങി. ഞങ്ങൾ ഈ നാടകം തുടങ്ങിയോട്ടെ. ചേട്ടൻ എന്നാന്ന് വെച്ചാൽ കാണിക്കും, ഞങ്ങൾക്ക് ശല്യമാകരുത്. എന്റെ പൊന്നെ, ഞാൻ ശല്യമാണില്ല. നിങ്ങൾ നിങ്ങളുടെ നാടകം തുടങ്ങിക്കോ. ഞാൻ എന്റെ വാഴക്കൊലയുടെ പരസ്യം ചുരുക്കി പറഞ്ഞോളാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. പ്രിയമുള്ളവരെ, വട്ടപ്പാറ പൊട്ടിപ്പാളീസ് തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ നാടകം തോമാച്ചന്റെ കുലകൾ, നല്ല കുലകൾ. ഇയാൾ എന്തൊക്കെയാണ് പറയണത്? ഇനി നാടകത്തിന്റെ പേരൊന്നും തിരുത്താൻ നിൽക്കണ്ട, നാടകം തുടങ്ങ്. രാജേട്ടാ, അല്ല,
ഇതാര് ശ്രീദേവിയോ? ഈ അതിരാവിലെ എവിടെ പോയി വരുന്നു? അമ്പലത്തിൽ പോയി എന്നെ രാജേട്ടന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി കഴിച്ചു. പുഷ്പാഞ്ജലി? എന്താവശ്യത്തിന്? മറന്നോ, ഇന്ന് രാജേട്ടന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ? ഞാൻ എന്റെ അമ്മയെ വെറുത്തടേ. രാജേട്ടാ, ദൈവദോഷം പറയരുത്. ദൈവദോഷം പോലും ദൈവദോഷം. നിരീശ്വരവാദികളുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ഈ പൂങ്കുന്നത്ത് രാജന് ഒരു ദൈവത്തിൽ വിശ്വാസമില്ല. രാജേട്ടാ, ദൈവത്താണ് സത്യം. രാജേട്ടാ, നാളെ വിഷുവാണ്. മേടമാസ പുലരിയിലെ വിഷുക്കണിക്കായി ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടും എന്റെ മനസ്സിൽ ഞാൻ കണി കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? തോമാച്ചന്റെ മുന്തിയിനം കുലകൾ, നല്ല കുലകൾ. അല്ല, ഇതാര്? മൂന്നാല് അംശയോ? മൂന്നാലംശയല്ല, മൂന്നാനംശ. നിങ്ങളുടെ പെങ്ങക്ക് നല്ല ഒരു ആലോചനയായിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഓളെവിടെ? അവള് കുളിക്കുവാണ്. ഹോളെവിടെയാന്ന്? അവള് കുളിക്കുവാണെന്ന് പറഞ്ഞില്ലേ? അത് ഞമ്മക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നമ്മൾ ചോദിച്ചത് കുളിമുറിയുടെ ഹോൾ എവിടെയാന്ന്. അല്ല, മേക്കപ്പ് ഇല്ലാതെ കാണാനല്ല, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നല്ലൊരു ആലോചനയായിട്ടാണ് നമ്മൾ വന്നേക്കണത്. ചെറുക്കനങ്ങ് ദുബായിലാണ്. ഇന്ന് വിളിച്ചാലും നാളെ കയറി വരും. അത്രക്ക് മുട്ടി നിൽക്കുകയാണേ. എന്ത്? അല്ല, ഈ പെണ്ണ് കാണാനേ. പിന്നെ ചെറുക്കന്റെ ആസ്തി എന്ന് വെച്ചാല് ബസ്, ലോറി, ജീപ്പ്, കാറ്, ഇങ്ങേറ്റ സൈക്കിൾ വരെ ചെറുക്കന്റെ വീട്ടിലുണ്ടല്ലേ? അല്ല, വീട്ടിൽ ഇരുന്നാ കാണാം. കാരണം ഓന്റെ വീടിന്റെ നടുക്കൂടിയാണ് നാഷണൽ ഹൈവേ പോണത്. ഏത് നമ്മുടെ NH-47. ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിൽ പോണേ സിഗ്നലിൽ നോക്കണം. അത്രക്ക് കുടുംബ പാരമ്പര്യവും അന്തസ്സറ്റ തറവാട്ടുകാരനുമാണ് നമ്മുടെ ചക്കൻ. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി ഇങ്ങള് പറ, ഇങ്ങടെ പെങ്കൊച്ചിന് ശ്രീധനുമായിട്ട് ഇങ്ങളെന്ത് കൊടുക്കും? തോമാച്ചന്റെ മുട്ടക്കാട്ട കൊലകൾ, നല്ല കുലകൾ. ഇയാൾ എന്തായി പറയുന്നേ? എന്താടാ, ഞാൻ കറക്റ്റ് സ്പോട്ടിൽ തന്നെയല്ലേ പരസ്യം പറയണത്? എന്റെ ചേട്ടാ, കറക്റ്റ് സ്പോട്ടിൽ പറയുന്നതല്ല. ഇതിന്റെ ഇടയ്ക്ക് കയറി പരസ്യം പറയാൻ ഞങ്ങളുടെ കണ്ടിന്യൂറ്റി പോവും. കണ്ടിന്യൂറ്റി പോട്ടെന്ന്. എനിക്ക് എന്റെ പബ്ലിസിറ്റിയാണ് വലുത്. ഇയാളെ കൊണ്ട് തോറ്റു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, നാടകം നടക്കട്ടെ. ഹലോ, നീ ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നു? ഹോസ്പിറ്റലിലാണെന്നോ? എപ്പോ? എങ്ങനെ സംഭവിച്ചു? ഈശ്വരാ, എന്തുപറ്റി ശ്രീദേവി? എന്തുപറ്റി? കഷ്ടകാലം മുഴുവൻ കിട്ടുന്ന വണ്ടി പിടിച്ച് വീട്ടിലേക്ക് വരികയാണല്ലോ രാജേട്ടാ. എന്താ ശ്രീദേവി, എന്തുപറ്റി? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. നഴ്സിംഗിന് പഠിക്കാൻ പോയ നമ്മുടെ ഇളയ മകൾ രജനി. രജനി? അവക്ക് എന്തു സംഭവിച്ചു? അവൾ ഗർഭിണിയാണെന്ന്. ഈശ്വരാ, എന്റെ മകൾ ഗർഭിണിയാണെന്നോ? ആരാണ് അതിന് ഉത്തരവാദി എന്ന് അവള് പറഞ്ഞു? ആരാ? തോമാച്ചന്റെ ഏത്തക്കുലകൾ, നല്ല കുലകൾ. നശിപ്പിച്ചു. ഡയലോഗ് പറ. എന്റെ പരദൈവങ്ങളെ, എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ. തലയിൽ വെച്ചാൽ പ്ലെയിൻ ഇടിക്കും, താഴെ വെച്ചാൽ ട്രെയിൻ ഇടിക്കുമെന്ന് കരുതി ഒക്കത്ത് വെച്ച് വളർത്തിയെടുത്ത എന്റെ കൊച്ചിനാണല്ലോ ഈ ഗതി വന്നത്. ഈശ്വരാ, വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ കുട്ടികൾക്കറിയില്ലല്ലോ വള്ളിക്കളസത്തിന്റെ വില. ഒട്ടിയ വയറിൽ മുണ്ട് മുറുക്കി കൊടുത്ത് പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയാണ് എന്റെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എന്റെ അച്ഛൻ എന്നെ അരികിലേക്ക് വിളിച്ച് എന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണിലേക്ക് നോക്കി വിറയാർന്ന കൈകൾ കൊണ്ട് എന്റെ കൈകളിലേക്ക് എന്റെ അച്ഛൻ തന്നത് എന്താണെന്നറിയാമോ? തോമാച്ചന്റെ മൂത്തുവഴുത്ത നാടൻ കുലകൾ, നല്ല കുലകൾ. എന്റെ ദൈവമേ, എന്താ മോളെ, നീ ഒറ്റക്ക്? പവിത്രം വന്നില്ലേ? ഇല്ല. ഇതെന്താ നീ പെട്ടിയും ബാഗും ഒക്കെ ആയിട്ട്? ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല അച്ഛാ. എന്തു പറ്റി മോളെ? അവൻ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ലമ്മേ, പവിത്രേട്ടൻ ഇന്ന് വരെ എന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ല. എനിക്കറിയാം മോളെ, അവന്റെ തള്ള നിന്നെ ദ്രോഹിക്കുന്നുണ്ടാവുമല്ലേ? ഇല്ലമ്മേ, ആ അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. പിന്നെ എന്താ മോളെ നിന്റെ പ്രശ്നം? എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിക്കാല് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലമ്മേ, കഴിയുന്നില്ല. ഈശ്വരാ, എത്രയെത്ര അമ്പലങ്ങളിൽ ഉരുളി കമഴ്ത്തി, എത്രയെത്ര ഡോക്ടർമാരെ കണ്ടു, എന്തോരം നേർച്ചകൾ നേർന്നു. എന്നിട്ടും ഈശ്വരൻ ഇവൾക്കൊരു കുഞ്ഞിക്കാല് കൊടുത്തില്ലല്ലോ. ഇനി ഇവൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ എന്താണ് ഈശ്വര ഒരു മാർഗം? തോമാച്ചന്റെ റോബസ്റ്റോ കുലകൾ,
45 വർഷത്തെ സേവന പാരമ്പര്യം. അയ്യേ, ഇയാൾ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്? ഇതൊന്നും കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എന്റെ കാശ് തന്നേരം, ഞാൻ പോണു. താനിത് എന്തോട് കാണിച്ചത്? എന്ത് നിങ്ങൾ നാടകം കളിച്ച് ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്റെ പരസ്യം ചുരുക്കി പറഞ്ഞു. തന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ തന്റെ ഈ ഉണക്ക പരസ്യം പറഞ്ഞ് ഞങ്ങളുടെ കണ്ടിന്യൂറ്റി പോകുന്നു. ഇപ്പൊ സമാധാനമായല്ലോ. താൻ പരസ്യം പറഞ്ഞു ഞങ്ങൾ നാടകം ചെയ്യുന്നില്ലേ? ഞാൻ പരസ്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ എന്റെ വാഴക്കൊല ഇരുന്ന് ചീഞ്ഞു പോയാനെ. ഓ, ഇയാടെ ഒരു വാഴക്കൊല. ഇതുപോലുള്ള ഉണക്ക സ്പോൺസർമാർ കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ മേല. ഇപ്പൊ സ്പോൺസർ ഉണക്കായി. ഞാനൊക്കെ കാശ് എണ്ണി തരുമ്പോ മേടിക്കാനായിട്ട് വരുമല്ല നീയൊക്കെ. താൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ നാടക കലയാ. നിനക്ക് വലുത് നാടകലയാണെങ്കിലേ എനിക്ക് വലുത് എന്റെ നാടൻ കൊലയാടാ. ഇവ കുറെ നേരമായില്ല കൊലയെ പിടിച്ച് കളിക്കാറുണ്ട്. എത്ര ഇടികൊണ്ട് കൂമ്പ് വാടിയാലും എത്ര തല്ലുകൊണ്ട് ചങ്ക് കരിഞ്ഞാലും ആരോഗ്യം വീണ്ടെടുക്കാൻ തോമാച്ചന്റെ നല്ല ഇനം കുലകൾ, നാടൻ കുലകൾ. Make so a great 5th Jai Hind Film Awards 2012 with Bobby Chimano.